മംഗലാപുരത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ തൊട്ടേയുള്ള ശീലമാ. എത്ര തവണ ഫോണിൽ സംസാരിച്ചാലും എൻ്റെ കൈകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലേലും ഞാൻ എഴുതിയ ഒരു ലെറ്റർ വായിച്ചില്ലേൽ ചാച്ചൻ എന്തോ തൃപ്തി വരികയില്ല. അല്ല, അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊന്നും മെറിൻ വീട്ടിൽ പറഞ്ഞില്ലേ? ഇല്ല, അത് വേറൊന്നും കൊണ്ടല്ല വിജയ്. കുറച്ച് നാൾ മുമ്പ് വരെ സ്വന്തമായിട്ട് 10-12 ബസ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചാച്ചന്. പിന്നീടൊക്കെ പോയി. ചാച്ചൻ സമ്മതിച്ച തരത്തിലേലും അമ്മച്ചി മരിച്ച ശേഷം ചാച്ചൻ്റെ ഉഴപ്പമുണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാതായ 1-2 സിറ്റുവേഷൻസിൽ പുള്ളിക്കാരൻ സൂയിസൈഡിന് പോലും ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോഴാ ഒത്തിരി നാളിന് ശേഷം എൻ്റെ ചാച്ചനൊന്ന് ഉള്ളു തുറന്ന് ചിരിച്ചു കണ്ടത്. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നായിരുന്നു പുള്ളിയുടെ ധാരണ. പക്ഷേ ഇനിയിപ്പം ഇതോടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ വിജയ് എൻ്റെ ചാച്ചന്.